ഹലോ, ശ്രീയാണ്. ദേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. 3+3 6 പൗണ്ട്സ് ഇന്ന് ഞാൻ ചിലവാക്കിയപ്പോൾ ഒരു ബാഗ് നിറയും വീട്ടിലേക്ക് ആവശ്യമായിട്ട് എനിക്ക് ലഭിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊരു ഫുഡ് ബാങ്കിൽ നിന്ന് ലഭിച്ച സാധനങ്ങളൊന്നുമല്ല. നിങ്ങൾ UK വില്ലേജ് ബേസ്ഡ് ആയിക്കോട്ടെ, ടൗൺ ബേസ്ഡ് ആയിക്കോട്ടെ, എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ഉണ്ടാകും, ചർച്ചസ് ഉണ്ടാകും. അവരുടെ മേൽനോട്ടത്തിൽ വോളണ്ടിയേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി നടത്തപ്പെടുന്ന ടോപ്പ് ഷോപ്സ് ഉണ്ടാകും. അവിടെ നിന്നും നിങ്ങൾക്ക് വീക്ക്ലി അത് ഏതെങ്കിലും ഒരു ദിവസം ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിൽ ബന്ധപ്പെട്ടാൽ അവർ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എവറി ട്യൂസ്ഡേ ആണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് വളരെയധികം എന്നെപ്പോലെയുള്ള ബിഗിനേഴ്സിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇത് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് വളരെയധികം നല്ലതാണ്. ഇവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ആർക്കും പ്രയോജനപ്പെടുത്താം. UK എത്തിയിട്ട് എക്സ്ട്രാ ഷിഫ്റ്റും സെക്കൻഡ് ജോബും ഓവർ ടൈമും ഒക്കെ എടുത്ത് ടാക്സ് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ ലൈഫ് എന്ന് ചിന്തിച്ചിരിക്കുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം ബെനിഫിഷ്യലാണ്. UK എത്തിയിട്ട് നമുക്ക് സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, സ്മാർട്ടായിട്ട് കൊണ്ടുപോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള എന്നെപ്പോലെ ഒരു അമ്മയ്ക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താം. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കമ്മ്യൂണിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. ആക്ച്വലി ഇത് അവിടുന്ന് തരുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റീസും എണ്ണവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും. അതൊക്കെ പക്ഷേ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കും. ഇത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. ഇന്ന് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.